ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്കിന്ന് വചനധ്യാനത്തിനായി കേട്ടിരിക്കുന്ന അധ്യായം വിശുദ്ധ ലൂക്കാസ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള ഭാഗമാണ്. നിത്യജീവൻ ലഭിക്കാൻ എന്തു ചെയ്യണമെന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിലൂടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെയും അയൽക്കാരൻ ആരാണെന്നതിൻ്റെ നിർവചനം നൽകുന്നു. ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണെന്നും ജാതിഭേദമന്യേ സഹായം ആവശ്യമുള്ളവരോട് കരുണ കാണിക്കുന്നതാണ് യഥാർത്ഥ അയൽക്കാരനെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന നിയമജ്ഞൻ്റെ ചോദ്യം യേശുവിനെ പരീക്ഷിക്കാനായിരുന്നു. അതിന് മറുപടിയായി യേശു ചോദിക്കുന്നു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിരിക്കുന്നു? നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിപദിച്ചു. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. വിശ്വാസം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിക്കുന്നത്. ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ്. സഹായം ആവശ്യമുള്ള എല്ലാവരെയും നമ്മുടെ അയൽക്കാരനാണ് എന്നും ജാതിഭേദമന്യേ കരുണ കാണിക്കുന്നവനാണ് യഥാർത്ഥ അയൽക്കാരൻ എന്നും നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കാതെയും കുറ്റപ്പെടുത്താതെയും എല്ലാവരെയും സ്നേഹത്തോടും കരുണയോടും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. വിനയവും എളിമയും നിറഞ്ഞ ഒരു ഹൃദയം ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വന്തമാക്കാം. ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നമുക്ക് 50 നാളുകൾ ധന്യമാക്കാം. എല്ലാവർക്കും അനുഗ്രഹീയമായ ഒരു വലിയ നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.